ഹലോ, ഹമീൻസ് കുക്കിംഗ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വീട്ടിലുണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ല ഹെൽത്തി ആയ ന്യൂട്ടെല്ലയുടെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും കണ്ടു നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ ന്യൂട്ടെല്ല ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 1 കപ്പ് കടലയാണ് എടുത്തിട്ടുള്ളത്. ഇത് നല്ല പോലെ കഴുകി വൃത്തിയാക്കി വെച്ചതാണ്. ഇനി ഇതിനൊന്ന് നമുക്ക് വറുത്തെടുക്കണം. അതിനായിട്ട് ഇപ്പോൾ ഞാനൊരു പാന് ചൂടാക്കിയിട്ടുണ്ട്. ഈ പാനിലേക്ക് കടല ഇട്ട് കൊടുക്കുവാണ്. എന്നിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. 5 മിനിറ്റോളം ഇതിനെ നല്ല പോലെ ഒന്ന് വറുത്തെടുക്കുക. മീഡിയം ഫ്ലെയിമിലിട്ട് വറുത്തെടുത്താൽ മതി കേട്ടോ. ഹൈ ഫ്ലെയിമിലൊന്നും ഇടണ്ട, അപ്പോൾ കടല കരിഞ്ഞു പോവും. ഇപ്പോൾ ഒരു 5 മിനിറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ട്. കടല കണ്ടോ നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലപോലെ വറുത്തെടുത്ത് കഴിഞ്ഞാൽ ഇങ്ങനെ പൊട്ടിത്തെറിക്കണ ശബ്ദമൊക്കെ കേൾക്കുക. ആ ഒരു സ്റ്റേജ് ആകുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യുക. എന്നിട്ട് ഇത് ചൂട് പോവാനായിട്ട് മാറ്റി വെക്കുക കേട്ടോ. കടല ചൂടൊക്കെ പോയി ഞാനിപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ല പോലെ ഒന്ന് പൊടിച്ചെടുക്കണം കേട്ടോ. നിർത്തി വേണേ ഇത് അടിച്ചെടുക്കാനായിട്ട്. നിർത്താതെ അങ്ങ് അടിച്ചാൽ കടലയിൽ നിന്ന് എണ്ണ പുറത്ത് വരും കേട്ടോ. ആ ഒരു സ്റ്റേജ് ആവാൻ പാടില്ല. നമുക്ക് നല്ല ഫൈൻ പൗഡർ ആയിട്ടാണ് കിട്ടേണ്ടത്. ഇതിപ്പോൾ ഞാനൊരു 3 തവണ നിർത്തി അടിച്ചപ്പോഴത്തേക്കിന് നന്നായിട്ട് പൊടിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ചേർക്കുക. എത്രയാണോ കടല എടുത്തിട്ടുള്ളത് അതിൻ്റെ പകുതിയാണ് പഞ്ചസാര ചേർക്കേണ്ടത് കേട്ടോ. ഞാനിപ്പോൾ 1 കപ്പ് കടലയ്ക്ക് 1/2 കപ്പ് പഞ്ചസാരയാണ് ചേർത്തിട്ടുള്ളത്. എന്നിട്ട് അതും കൂടെ ഒന്ന് ചേർത്തിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കുക. കണ്ടോ, ഇപ്പോൾ നമ്മുടെ കടലയും പഞ്ചസാരയും ഒക്കെ ഒന്ന് നന്നായിട്ട് പൊടിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിനെ ഒന്ന് തരിച്ചെടുത്തിട്ട് വീണ്ടും മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുക്കുക. ഞാനിപ്പോൾ ഇത് തരിച്ചെടുത്ത് വീണ്ടും മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്കൊരു 4 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ചേർക്കുവാണ്. നമ്മുടെ ചോക്ലേറ്റിൻ്റെ ഫ്ലേവറൊക്കെ കിട്ടണമല്ലോ, അതിനാണ് ഇപ്പോൾ കൊക്കോ പൗഡർ ചേർക്കുന്നത് കേട്ടോ. പിന്നെ ഇത് തരിച്ചെടുക്കണമെന്ന് നിർബന്ധമില്ല. തരിയൊക്കെ പോയി നല്ല ഫൈനായിട്ട് നമുക്ക് ന്യൂട്ടെല്ല കിട്ടണമെന്നുണ്ടെങ്കിൽ തരിച്ചെടുക്കുന്നത് നന്നായിരിക്കും. അതിനു വേണ്ടി ഇപ്പം ഞാനൊന്ന് തരിച്ചെടുത്തതേ ഉള്ളൂ കേട്ടോ. എന്നിട്ട് ഈ കൊക്കോ പൗഡറും കൂടെ ചേർത്തിട്ട് വീണ്ടും ഒന്ന് നന്നായിട്ട് അടിച്ചെടുക്കുക. അതിനുശേഷം നമുക്കിതിലേക്ക് സൺഫ്ലവർ ഓയിൽ ചേർക്കണം. ഞാനിപ്പോൾ ഒരു 3/4 കപ്പ് സൺഫ്ലവർ ഓയിലാണ് ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് വാനില എസൻസിൻ്റെ ഫ്ലേവർ ഇഷ്ടമുള്ളവരാണെങ്കിൽ 1 ടീസ്പൂണ് വാനില എസൻസും കൂടെ ചേർക്കണേ. ഞാനിപ്പോൾ അത് ചേർക്കണില്ല കേട്ടോ. എന്നിട്ട് നല്ല പോലെ ഒന്ന് അടിച്ചെടുക്കുക കേട്ടോ. ഈ ഓയിലും പൊടികളും ഒക്കെ ഒന്ന് നന്നായിട്ട് മിക്സ് ആയിട്ട് വരട്ടെ. അങ്ങനെ ഇപ്പോൾ ഇതാ ഞാനിതെല്ലാം കൂടെ മിക്സാക്കി നല്ലപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. കണ്ടോ, ഈ ഒരു പരുവത്തിലായിരിക്കും കിട്ടുക. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റിയിട്ട് ഫ്രിഡ്ജിലൊന്ന് 1/2 മണിക്കൂർ സെറ്റ് ആവാനും വേണ്ടിയിട്ട് മാറ്റി വെക്കാം. 1/2 മണിക്കൂർ ആകുമ്പോഴത്തേക്കിന് ഇതൊന്നും കൂടെ ഒന്ന് തിക്കായി കറക്റ്റ് നമുക്ക് ആ ന്യൂട്ടെല്ലയുടെ ആ പരുവത്തിൽ നമുക്കിത് കിട്ടും കേട്ടോ. ഇപ്പോൾ ദാ ഞാനിത് ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്തിട്ടുണ്ട്. നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അതുപോലെ തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയുമാണ്. തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ഇത് നമുക്ക് കുഞ്ഞുങ്ങൾക്കായിട്ട് ബ്രെഡിലും പാൻ കേക്കിലും ഒക്കെ നല്ലപോലെ സ്പ്രെഡാക്കി കൊടുക്കുകയൊക്കെ ചെയ്യുക. കറക്റ്റ് ആ ഒരു ടേസ്റ്റ് തന്നെയാണ്. പിന്നെ നല്ലൊരു എയർ ടൈറ്റായ ബോട്ടിലിൽ വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ നമുക്ക് ഒരുപാട് ദിവസം ഇത് കേടുകൂടാണ്ട് സൂക്ഷിച്ചു വെക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക കേട്ടോ. പിന്നെ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ ഇനിയും പുതിയൊരു വീഡിയോയുമായിട്ട് കാണാം.